ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിലേക്ക് സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഷവർമ ബ്രെഡ് പോക്കറ്റ് ആട്ടോ. അപ്പോൾ അതിലേക്കുള്ള മാവ് നന്നായി കുഴക്കുന്നുണ്ട്. മാവിൻ്റേത് പറയണ്ടല്ലോ, ആട്ടിയും മൈദയും കൂടി മിക്സ് ആക്കിയതാട്ടോ. കുഴക്കാൻ ഇത് ആളിവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. സിയമോളാണ്. നന്നായി സോഫ്റ്റായിട്ട് കുഴക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, കാരണം വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ആവശ്യമായതെല്ലാം ഉണ്ട്. ബ്രെഡ്, മാവ്, മയോണൈസ്, പിന്നെ അതാ ഉള്ളി, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കോ, തക്കാളി, കക്കിരി, മല്ലിയില, ചിക്കൻ. അപ്പോൾ ഞാൻ കുട്ടികൾ കഴിക്കുന്നതാണ് കൂടുതൽ വെജസ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് എല്ലാ വെജസും കൂടി ഇടട്ടോ. ചിക്കനൊക്കെ കുറച്ചായിട്ട് എടുത്തത്, ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്കനുസരിച്ച് എടുക്കാം. പിന്നെ കക്കിരി ഞാൻ കുറച്ചെടുത്തത്, അത് കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരു വെള്ളം പോലെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കക്കിരി അത്ര ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കപ്പ് മയോണൈസ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കി തന്നെയാണ്. അത് മുഴുവനായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുരുമുളക് ഇടുക, പിന്നെ ഓർഗാനോ. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഈ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെക്കട്ടോ. ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ആക്കിയാൽ നന്നാവും. പിന്നെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഒരു ചപ്പാത്തിൻ്റെ കണക്കിനെടുക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബോൾ പോലെ ആക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വെക്കട്ടോ. എന്നിട്ടൊരു ചപ്പാത്തിൻ്റെ പരുവത്തിൽ അല്ല കുറച്ച് വലുതാക്കി പരുത്താം. ഷേപ്പ് നോക്കണ്ട. പിന്നെ ഒരു ബ്രെഡ് വെക്കുക. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് കെച്ചപ്പ് തേക്കുന്നുണ്ട്. മോൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് എന്നാൽ അതിലൊക്കെ ആവശ്യമായ ഫില്ലിങ്ങൊക്കെ ആഡ് ചെയ്യുക. ഓവറാവും ചെയ്യരുത്, എന്നാൽ തീരെ കുറഞ്ഞും പോകരുത്. ആ ലെവലിൽ ഫില്ല് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു പീസും കൂടി ബ്രെഡ് വെച്ചതിന് ശേഷം ചപ്പാത്തി മാവ് കൊണ്ട് നന്നായി പൊതിയാം. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ബാക്കി ഒരാവശ്യ സാധനം മറന്നുപോയി പറയാൻ കേട്ടോ. 2 മുട്ടയും ഉപ്പും കുരുമുളകും കുറച്ച് നന്നായി ഉടച്ച് വെക്കട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടായിരുന്നേ, ഇത് നേരത്തെ എന്നോട് പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് മുക്കിയെടുക്കട്ടോ. ഇത് പ്ലേറ്റിലേക്ക് ബ്രെഡ് ക്രംസ് കുറച്ചിട്ടിട്ട് മൊത്തം കോട്ട് ചെയ്താൽ മതി. ഒരുപാട് ഫുള്ളായിട്ട് ഇടുമ്പോൾ മൊത്തം കട്ട പിടിച്ചു പോകും. അപ്പോൾ ഞാൻ ബാക്കി മിക്സിയിൽ തന്നെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള മാത്രമാണ് ഞാൻ പ്ലേറ്റിലിട്ടത്. എന്നിട്ട് നന്നായി അത് ഫില്ല് ചെയ്യാം. എല്ലാ ഭാഗവും എത്തുന്ന രീതിയിൽ ഞാനിത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 പീസ് കിട്ടിയിട്ടുണ്ട് എനിക്കങ്ങനെ. അപ്പോൾ ഇപ്പുറത്ത് ഉമ്മ ഇവിടെ നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും മുട്ട മുറിച്ചതും പത്തിരിയും ചോറും എല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് മുക്കിയിട്ടാണ് ഇത് പൊരിക്കാറ്. പക്ഷെ ഞാൻ അത്ര ഓയിലങ്ങ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ലേശം ഒഴിച്ചിട്ട് ഓരോന്നായിട്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ റെഡിയായി, നോമ്പ് തുറക്കാനായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.